എല്ലാരും ഒന്ന് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്തൊക്കെയാ ഇവിടെ പൂത്തലഞ്ഞു കിടക്കുന്നത്. എന്റെ പൊന്നോ, രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടെ ഒരു നഴ്സറിലോട്ടാണ് വന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ തന്നെ എന്റെ കണ്ണ് തള്ളിപ്പോയി. ഗേന്തകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊല കുത്തനെയല്ലേ തൂങ്ങി പിടിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് പെൻസിൽ കട്ടിംഗ് ആണെങ്കിൽ അത് ശരിക്കും പല വെറൈറ്റി പല കളറിലുള്ളത്. പിന്നെ പേരറിയാത്ത കുറെ ചെടികളും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഒന്നിനെ വിട്ടില്ല, എല്ലാത്തിനെയും ഏതാണ്ട് വീഡിയോ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെൻസിൽ കട്ടിംഗ്. പെൻസിൽ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് അതിന്റെ പൂക്കൾ ഇരിക്കുന്നത്. പൂ വിരിഞ്ഞു കഴിഞ്ഞതും വിരിയറായി നിൽക്കുന്നതും മൊട്ട് വന്നതും ഒക്കെയുള്ള ജെറുബറ ചെടികൾ. ഇപ്പുറത്താണെങ്കിൽ ജമന്തി ചെടികളൊക്കെ ചെറുതായപ്പോഴേ തന്നെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് പല കളറില്. ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ ചെമ്പരത്തികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പല വെറൈറ്റിയിലുള്ള ചെമ്പരത്തി, അടുക്ക് ചെമ്പരത്തി, അല്ലാത്ത ചെമ്പരത്തി, മഞ്ഞ കളറിലെ, വെള്ള കളറിലെ. ചേട്ടനും ആദ്യകൂട്ടനും നേരെ പോകുന്നത് റോസാ ചെടികളുടെ ഇടയ്ക്കാണ്. അവിടെ ഒരു പൂ കണ്ടുവച്ചിട്ടുണ്ട് അവൻ. അതും ദാണ്ട് പിടിച്ചോണ്ട് നിപ്പുണ്ട്. അത് കൂട്ടത്തിലെ ഏറ്റവും വലിയ സൈസിലുള്ള പൂവാണത്. ഞാനിവിടെ നിന്ന് എന്താ മേടിച്ചെന്ന് അറിയാനായിട്ട് ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം മേടിച്ചോണ്ട് നേരെ വീട്ടിലോട്ട് പോകണം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.